ടോക്സിക് നമ്മുടെ റോക്കിംഗ് സ്റ്റാർ യശ് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം ഗീതു മോഹൻദാസ് ആണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് യശ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് 1-2 ഗ്ലിംസുകൾ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് തന്നെ എ ഫെയറി ടെയിൽ ഫോർ ഗ്രോണപ്സ് എന്നാണ്. അതായത് അഡൾട്ട് കണ്ടൻറ്റുകൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൊരു സിനിമയാണ്. ഇതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ ഒരു ടീസർ ആ ഗ്ലിംസ് കണ്ടിട്ടുള്ളവർക്കറിയാം എന്താണെന്ന്. സോ ഈ ഒരു ചാനൽ കൊച്ചുകുട്ടികൾ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത്, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ അല്ല. സോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇത് കണ്ടിട്ടില്ല, ഞാൻ എന്തൊക്കെ കണ്ടൻറ്റ് ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. ബട്ട് അത് ഞാൻ തംബ്നെയിലിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ അത് കണ്ടതിന് ശേഷം മാത്രം ഇതൊരു വാർണിംഗ് ആയിട്ട് കണക്കാക്കുക. ഡെഫിനറ്റ്ലി ഉണ്ടാകും. ഇതൊരു നേരത്തെ ഗ്ലിംസ് കണ്ടിട്ടുള്ളവർക്കറിയാം ഇതെന്താകുമെന്ന്. ഏതായാലും നമുക്ക് ടീസർ കാണാം. ഗീതു മോഹൻദാസ് ആണ് ഡയറക്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഇത് പ്രകാരം മെയിൻ വില്ലനും യശ് അനന്തൻ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് മറ്റേ ടീസർ ഗ്ലിംസ് സെറ്റപ്പിലുള്ളതല്ല, ബട്ട് വയലൻ്റ് ആണ്. ഹൈലി വയലൻ്റ് ആയിട്ടുള്ള ഒരു പടമാണ്. ഇതിനകത്ത് ആക്ച്വലി ആ ഒരു ഫൈറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള കഥയുടെ കാര്യങ്ങളൊന്നും നമുക്കൊരു എന്താണെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ഇതിൻ്റെ ഏതൊക്കെ പ്രൊഡക്റ്റുകൾ വന്നോ അതിപ്പോഴൊന്നും ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒരുപാട് നായികമാരൊക്കെ ഉണ്ട്. നമ്മുടെ നയൻതാരയുണ്ട്, കേരയുണ്ട്, രുക്മിണി വസന്തുണ്ട്, അങ്ങനെ ഒരുപാട് നായികമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊന്നും ഇതിനകത്ത് ഫീച്ചർ ചെയ്തിട്ടില്ല. അടുത്ത മാസം എനിക്ക് തോന്നുന്നു 19th റിലീസ് വരുന്നത്. സോ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്. അതായത് വിഷ്വലി നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പൈസ മുടക്കിയത് നമുക്ക് കാണാം. ഇതിൻ്റെ ഒരുപാട് ഫോറിൻ ലൊക്കേഷൻസും, ഒരു പാൻ ഇന്ത്യൻ പടം എന്ന് പറഞ്ഞാൽ ഉപരി ഇന്ത്യയിൽ വരുന്നൊരു പടമാണെന്നുള്ളൂ. ബട്ട് ഒരു ഗ്ലോബൽ അപ്പീൽ കൊടുക്കുന്ന രീതിയിലായിരിക്കും ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് തോന്നുന്നുണ്ട്. ഒരു ഇംഗ്ലീഷ് സിനിമ, നമ്മുടെ ഇംഗ്ലീഷ് ഗ്യാങ്സ്റ്റർ പടങ്ങളൊക്കെ കാണുന്ന ഒരു ഫീലുണ്ട്. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത് രാജീവ് സാർ. അദ്ദേഹം ഗീതു മോഹൻദാസ് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡാണ്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് സിനിമാറ്റോഗ്രാഫേഴ്സാണ്. അപ്പോൾ വിഷ്വൽ സൈഡ് എന്ന് പറയുന്നത് ടോപ്പ് നോച്ചാണ്, അതിനകത്തൊന്നും പറയാനില്ല. പിന്നെ നമ്മുടെ മ്യൂസിക് രവി ബാസൂർ. KGF ആകാതിരിക്കാനാണല്ലോ ഇപ്പോൾ എസ്പെഷ്യലി അദ്ദേഹം നോക്കുന്നത്. ഇത് KGF ആകാൻ പാടില്ല, അങ്ങനെ ഒരു ഇത് വരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് സലാറൊക്കെ വന്നപ്പോൾ അതാകാതിരിക്കാൻ വേണ്ടി മാക്സിമം അദ്ദേഹം ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിന് കുറച്ചുകൂടി ഒരു ഇൻ്റർനാഷണൽ അപ്പീൽ ഉള്ളതുകൊണ്ട് അതെങ്ങനെ അദ്ദേഹം ചെയ്തെടുക്കും എന്നുള്ളതാണ്. എഡിറ്റർ എനിക്ക് തോന്നുന്നു നമ്മുടെ KGF 2 മറ്റേ ഉജ്വൽ പയ്യന്താനാണെന്ന് തോന്നുന്നു. കട്ട്സൊക്കെ കൊള്ളാം. ഒരുപാട് ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ളൊരു പടമാണ്. ഇപ്പം ഒരു വയലൻ്റ് എന്ന് പറയുന്ന പടങ്ങൾക്കാണ് ഇപ്പോൾ ഭയങ്കരമായിട്ടൊരു മാർക്കറ്റുള്ളൊരു സമയമാണ്. സോ യഷിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ബട്ട് ഇതെന്താണ് സംഭവം എന്നുള്ളതിൻ്റെ ഒരു ക്ലൂ തന്നിട്ടില്ല. ബട്ട് ഒരു ടീസറിലേക്ക് പോകുമ്പോൾ അങ്ങനെ തന്നെയാണ് വേണ്ടത്. എൻ്റെ കഥ എന്താണെന്ന് കാണിക്കാതെ. ബട്ട് ആ ഒരു ക്യൂരിയോസിറ്റി വന്നു. ഈ വില്ലനും നായകനും ഒരാൾ തന്നെ എന്നുള്ളൊരു കൺസെപ്റ്റ്, ഓക്കെ, ഇറ്റ്സ് നൈസ്. അത് യഷിൻ്റെ തന്നെ ഒരു വേറൊരു വേർഷൻ അങ്ങനെയാണ് എനിക്ക് ലാസ്റ്റ് വന്നപ്പോൾ. ഈ ലാസ്റ്റത്തെ സീക്വൻസൊക്കെ ഇച്ചിരി, അത് യശ് തന്നെ അല്ലേ? അതെനിക്ക് തോന്നുകയാണോ? അതെ, ക്ലീൻ സേവ് ഒക്കെ അടിച്ച കാണാൻ. അതെ, നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ സർ. നിങ്ങൾ പറയൂ. എനിക്കിത് മൊത്തത്തിൽ അങ്ങോട്ട് കണക്റ്റ് ആകുന്നില്ല. അല്ലേ? ആണ് എനിക്ക് തോന്നുന്നത് യശ് തന്നെയാണ്. അപ്പം യശ് വേഴ്സസ് യശ് തന്നെ ആയിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എല്ലാവരും അതായത് ഈ യഷിൻ്റെ ഒരു ഓപ്പോസിറ്റ് വരുന്ന വില്ലൻ അത്ര പവർഫുള്ളാണ്. അദ്ദേഹം തന്നെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. എങ്ങനെയാണെന്നറിയില്ല, ഇത് ചുമ്മാ ഗസ്സിങ് മാത്രമാണ്. ബട്ട് ഓവറോൾ ഒരു ടീസർ എന്നൊരു രീതിയിൽ ഭയങ്കര നല്ല പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള, നല്ലതായിട്ട് എഡിറ്റ് ചെയ്ത ഒരു ടീസറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സോ ഇതാണ് ഈ ഒരു ടീസറിനെ പറ്റി പറയാനുള്ളത്. യഷിൻ്റെ KGF 2 ശേഷം വരാൻ പോകുന്നൊരു പടമാണെന്നുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സോ ഇതിൻ്റെ റീച്ച് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഭയങ്കര വലുതാണ്. സോ അതെങ്ങനെ അവർ പുൾ ഓഫ് ചെയ്യുന്നതാണ് കാണാൻ പോകുന്നത്. പിന്നെ അൺവാണ്ടഡ്ലി ഒരുപാട് വിവാദങ്ങൾ, അത് ഗീതു മോഹൻദാസ് ഞാൻ പറഞ്ഞതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ്. ബട്ട് അത് അൺവാണ്ടഡ് ആണ്. ഒരു സിനിമയുടെ ഒരു കോൺസെപ്റ്റിൽ വരുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ബട്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. വിവാദം എപ്പോഴും വിവാദം തന്നെ ആയിരിക്കും. സോ ഇതിനധികം വിവാദം വരാതിരിക്കട്ടെ. സോ നിങ്ങൾ ഈ ഒരു ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.